അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജീൻ്റെ 3rd പാർട്ടിലേക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മൈക്രോബയോളജീൻ്റെ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഡിസ്കവറി ഇറയാണ് പറഞ്ഞത്. സെക്കൻഡ് നമ്മൾ ട്രാൻസിഷൻ ഇറയിൽ ഒരു മേജർ ആയിട്ടുള്ള 2-3 സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ബാക്കിയുള്ള സയൻറ്റിസ്റ്റുകളെ കുറിച്ചാണ് ഇന്നിപ്പോൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് നമുക്ക്. ഓക്കെ, റോബർട്ട് കോച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് റോബർട്ട് കോച്ച് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാദർ ഓഫ് ഇങ്ങനെ കുറേ നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഫാദർ ഓഫ് ബാക്ടീരിയോളജി, ഫാദർ ഓഫ് മൈക്രോബയോളജി, ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി, അതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഫാദർ ഓഫ് നമ്മുടെ ബാക്ടീരിയോളജി എന്നറിയപ്പെടുന്നത് റോബർട്ട് കോച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം ബാക്ടീരിയൽ ഫീൽഡിലായിരുന്നു. സോ ഹി വാസ് എ ജർമ്മൻ ഫിസിഷ്യൻ ആൻഡ് മൈക്രോബയോളജിസ്റ്റ് ഹൂ മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ദി ഫീൽഡ് ഓഫ് ബാക്ടീരിയോളജി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹി ഇൻട്രൊഡ്യൂസ് സോളിഡ് മീഡിയം. നമുക്ക് ബാക്ടീരിയനെ കൾച്ചർ ചെയ്യാൻ ലിക്വിഡ് മീഡിയാസ് മാത്രമല്ല സോളിഡ് മീഡിയാസ് യൂസ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ സോളിഡ് മീഡിയയിൽ എഗാർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ യൂസ് ഓഫ് എഗാറിനെ പണ്ട് ജലാറ്റിൻ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പിന്നീട് അത് അഗാർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോയത് റോബർട്ട് കോച്ച് ആയിരുന്നു. Then he introduced a staining technique. Aniline dyes യൂസ് ചെയ്ത് നമുക്ക് സ്റ്റെയിൻ ചെയ്യാം എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ബാക്ടീരിയനെ പ്യുവർ കൾച്ചറിൽ എങ്ങനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് ഗ്രോത്ത് വരുത്തിയെടുക്കാമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ആൻഡ് ഹി ഡിസ്ക്രൈബ് ഹാങ്ങിങ് ഡ്രോപ്പ് മോട്ടിലിറ്റി ടെസ്റ്റ്. അതായത് മോട്ടിലിറ്റി, ബാക്ടീരിയൻ്റെ മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ് മോട്ടിലിറ്റി. അപ്പോൾ ആ മോട്ടിലിറ്റി ടെസ്റ്റിൽ ഹാങ്ങിങ് ഡ്രോപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ്, ആ ഒരു എക്സ്പെരിമെൻറ്റ് ഇപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് റോബർട്ട് കോച്ചാണ്. ദെൻ ഹി ഡിസ്കവേർഡ് ബാക്ടീരിയ സച്ച് ആസ് ആന്ത്രാക്സ് ബാസിലൈ, ട്യൂബർക്കിൾ ബാസിലൈ ആൻഡ് കോളറ ബാസിലൈ. അപ്പോൾ അദ്ദേഹം 3 ബാസിലൈൻ്റെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. 3 ബാക്ടീരിയനെ കണ്ടുപിടിച്ചു. ഒന്ന് നമുക്ക് ബാസിലസ് ആന്ത്രാക്സ് എന്ന് പറയുന്ന ബാക്ടീരിയ, ദെൻ ട്യൂബർക്കിൾ ക്ഷയരോഗം ഉണ്ടാക്കുന്ന ട്യൂബർക്കിൾ ബാസിലസ്, ആൻഡ് അതുപോലെ തന്നെ കോളറ. ഓക്കെ, കോളറ ബാസിലൈ, വിബ്രിയോ കോളറ, ഇവരെ 3 പേരെയും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹി ഡെവലപ്ഡ് ദ ഫസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ട്യൂബർകുലോസിസ് യൂസിങ് ട്യൂബർക്കുലിൻ. ട്യൂബർകുലോസിസിൻ്റെ ക്ഷയരോഗമാണ്. അപ്പോൾ ആ ട്യൂബർകുലോസിസിൻ്റെ ഒരു ട്യൂബർക്കുലിൻ ടെസ്റ്റ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോച്ചിൻ്റെ പോസ്റ്റുലേറ്റ്. അപ്പോൾ കോച്ചിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം കോച്ച് പോസ്റ്റുലേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് എക്സാമിൻ്റെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിൽ കോച്ച് പോസ്റ്റുലേറ്റ്സിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെ, AB അല്ലെങ്കിൽ ABC അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോച്ചിൻ്റെ പോസ്റ്റുലേറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ബേസിക്കലി 4 ക്രൈറ്റീരിയ ആയിരുന്നു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ക്രൈറ്റീരിയ കൂടി അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദ മൈക്രോ ഓർഗാനിസം ഷുഡ് ബി കോൺസ്റ്റന്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദി ലീഷൻസ് ഓഫ് ദ ഡിസീസ്. ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണെങ്കിൽ ആ ഡിസീസിൽ നമ്മൾ ആ വൂണ്ടിൽ മൈക്രോ ഓർഗാനിസം ഉണ്ടായിരിക്കണം. ആ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആ വൂണ്ടിൽ, ആ മുറിവിൽ ആ ബാക്ടീരിയ ഉണ്ടായിരിക്കണം. അതാണ് ദ മൈക്രോ ഓർഗാനിസം ഷുഡ് ബി കോൺസ്റ്റന്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ലീഷൻസ് ഓഫ് ദി ഡിസീസ്. ഇനി സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് it should be possible to isolate the organism in pure culture from the lesions of the disease. ആ ലീഷൻസിൽ നിന്നും തന്നെ നമുക്ക് ആ ബാക്ടീരിയനെ പ്യുവർ കൾച്ചറായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. Okay, then third one, the same disease must result when the isolated microorganism is inoculated into a suitable laboratory animal. അതേ ആ ഒരു ബാക്ടീരിയനെ അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിൽ നിന്ന് എടുത്ത ആ ഒരു ബാക്ടീരിയ നമ്മൾ വേറെ ഒരു ലാബ് അനിമലിൽ എന്താ പറയുക, നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന ടൈമിലും നമുക്ക് ഈ സെയിം ലീഷൻസ് കിട്ടിയിരിക്കണം. And fourth one, it should be possible to re-isolate the organism in pure culture from the lesions produced in the experimental animals. ആ എക്സ്പെരിമെൻ്റൽ അനിമൽസിൽ അത്തരം ലീഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലീഷൻസിൽ നിന്ന് നമുക്ക് വീണ്ടും റീഐസൊലേറ്റ് ചെയ്ത് ആ ബാക്ടീരിയനെ എടുക്കാൻ കഴിഞ്ഞിരിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് ക്രൈറ്റീരിയൻ ഇപ്പോൾ സബ്സിക്വൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ആൻറ്റിബോഡി ടു ദ കോസറ്റീവ് ഓർഗാനിസം ഷുഡ് ബി ഡെമോൺസ്ട്രേറ്റഡ് ഇൻ പേഷ്യൻ്റ് സെറം. ആ ബാക്ടീരിയക്കെതിരെയുള്ള ആൻറ്റിബോഡി ആ പേഷ്യൻറ്റിൻ്റെ സെറത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോച്ച് പോസ്റ്റുലേറ്റ് പറയുന്നത്. കോച്ച് പോസ്റ്റുലേറ്റ് എന്ന് പറയുമ്പം നമുക്ക് 4 ക്രൈറ്റീരിയ ആണ് മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ടത്. റീസെൻ്റ്ലി ഒരു ക്രൈറ്റീരിയയും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു മൈക്രോ ഓർഗാനിസം എപ്പോഴും ആ ലീഷൻസിൽ തന്നെ കോൺസ്റ്റൻ്റ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത് പറയുന്നത് അങ്ങനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് അവരെ പ്യുവർ കൾച്ചറായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. മൂന്നാമത് ഈ ഐസൊലേറ്റ് ചെയ്ത ബാക്ടീരിയനെ നമ്മൾ വേറൊരു ലാബ് അനിമലിൽ ഇനോക്കുലേറ്റ് ചെയ്താൽ അതിൽ സെയിം ലീഷൻസ് ഉണ്ടായിരിക്കണം.
നാലാമത് ആ ലീഷൻസിൽ നിന്നും നമുക്ക് വീണ്ടും പ്യുവറായിട്ട് ഇതിനെ ഐസൊലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഫൈനൽ ക്രൈറ്റീരിയ പറയുന്നത് നമുക്ക് ഈ ബാക്ടീരിയൻ്റെ അതിനെതിരെയുള്ള ആൻറ്റിബോഡി ആ പേഷ്യൻ്റെ സെറത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കണം. ഇതാണ് റോബർട്ട് കോച്ചിൻ്റെ കോച്ച് പോസ്റ്റുലേറ്റ്സ്. ഇനി ഈ റോബർട്ട് കോച്ചിൻ്റെ പോസ്റ്റുലേറ്റ്സിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ബാക്ടീരിയയാണ് എക്സെപ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന എല്ലാ പോസ്റ്റുലേറ്റ്സും എല്ലാ ബാക്ടീരിയയ്ക്കും ശരിയാകണമെന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നടന്നു. അതിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസും ട്രിപ്പോണിമ പാലിഡോ, ഓക്കെ, സിഫിലിസ് കോസ് ചെയ്യുന്ന ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് സിഫിലിസ്. അത് കോസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് നമ്മുടെ ട്രിപ്പോണിമ പാലിഡം. അതുപോലെ തന്നെ ക്ഷയരോഗം കോസ് ചെയ്യുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഈ രണ്ട് ബാക്ടീരിയൻ്റെ കേസിലും ഈ കോച്ച് പോസ്റ്റുലേറ്റ്സ് ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഇവരെ നമുക്ക് നോർമൽ കൾച്ചർ മീഡിയയിലൊന്നും വളർത്താൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെരിമെന്റൽ ആനിമൽസിൽ മാത്രമേ ഇവരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് നെയ്സീരിയ ഗൊണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയയും ഇവിടെ ഒരു എക്സെപ്ഷൻ ആണ്. നെയ്സീരിയൻ്റെ മെയിൻ എക്സെപ്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് അതിന് അനിമൽ മോഡൽസ് ഒന്നും ഇല്ല. അപ്പോൾ ഈ 3 ബാക്ടീരിയകളാണ് നമ്മുടെ ഈ ഒരു കോച്ച് പോസ്റ്റുലേറ്റ് ഒബേ ചെയ്യാത്തത്. അപ്പോൾ ഏതൊക്കെ ബാക്ടീരിയ ആണെന്ന് ഓർത്ത് വെക്കുക. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, ട്രിപ്പോണിമ പാലിഡം, നെയ്സീരിയ ഗൊണേറിയ. അതിന് നമ്മൾ ഗോണോകോക്കെ എന്നും പറയാറുണ്ട്. ഇനി എന്താണ് കോച്ച് ഫിനോമിനൻ? ഓക്കെ, ഇപ്പോൾ കോച്ച് പോസ്റ്റുലേറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നത് കോച്ച് ഫിനോമിനൻ എന്താണെന്നുള്ള കാര്യമാണ്. അപ്പോൾ റോബർട്ട് കോച്ചിൻ്റെ കോച്ച് ഫിനോമിനൻ ഗിനി പിഗിലായിരുന്നു അദ്ദേഹം ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിരുന്നത്. സോ റോബർട്ട് കോച്ച് ഒബ്സർവ് ദാറ്റ് ഗിനി പിഗ്സ് already infected with tubercle bacillus developed a hypersensitivity reaction when injected with tubercle bacilli or its protein. Already tubercle bacilli ഉണ്ട്, അതായത് ഓൾറെഡി ഒരു ഗിനി പിഗ് എടുത്തു, അതിന് ട്യൂബർക്കിൾ ബാസിലിൻ്റെ ഇൻഫെക്ഷൻ ഉള്ള ഒരു ഗിനി പിഗാന്ന് വെച്ചു. ആ ഗിനി പിഗിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ട്യൂബർക്കിൾ ബാസിലയോ അല്ലെങ്കിൽ ട്യൂബർക്കിൾ പ്രോട്ടീനോ ജസ്റ്റ് ഇൻജെക്ട് ചെയ്തപ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കാണാൻ പറ്റി. അപ്പോൾ എന്താണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇഞ്ചൂറിയസ് കോൺസിക്വൻസ് ഇൻ എ ഹോസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ഫോളോയിങ് ആൻ ആൻറ്റിജനിക് സ്റ്റിമുലസ് ഇഞ്ചൂറിയസ് ആയിട്ട് ഹോസ്റ്റിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് ആണ്. അത് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ഈവൻ ദോ ഗിനി പിഗ്സിൽ ഓൾറെഡി TB ഇൻഫെക്ഷൻ ഉള്ള ഒരു ഗിനി പിഗിൽ TBൻ്റെ പ്രോട്ടീൻ ഇൻജെക്ട് ചെയ്തപ്പോൾ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒരു റിയാക്ഷൻ അതിൻ്റെ ബോഡിയിൽ കാണാൻ കഴിഞ്ഞു. സോ ദിസ് ഒബ്സർവേഷനാണ് നമ്മൾ കോച്ച് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഗിനി പിഗ് ആയിരുന്നു ഇവിടുത്തെ എക്സ്പെരിമെൻ്റൽ മോഡൽ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് റോബർട്ട് കോച്ചിൽ പറയാനുള്ളത്. കോച്ച് പോസ്റ്റുലേറ്റ്സ്, കോച്ച് ഫിനോമിനൻ, ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോൾ ഏർലിഷിനെ കുറിച്ചിട്ടാണ്. പോൾ ഏർലിഷ് 1854 to 1915. അപ്പോൾ അദ്ദേഹം മെയിനായിട്ടും ഹി വാസ് എ ഫാദർ ഓഫ് കീമോതെറാപ്പി. കീമോതെറാപ്പീൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് പോൾ ഏർലിഷ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഹി വാസ് ദ ഫസ്റ്റ് ടു റിപ്പോർട്ട് ദ ആസിഡ് ഫാസ്റ്റ് നേച്ചർ ഓഫ് ട്യൂബർക്കിൾ ബാസിലസ്. അതായത് നമ്മുടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിന് ആസിഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ആസിഡ് ഫാസ്റ്റ്നെസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ പോൾ ഏർലിഷ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ സീൽ നീൽസൺ സ്റ്റെയിനിങ്ങിൻ്റെ ബേസിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AFB സ്റ്റെയിനിങ്ങിൻ്റെ ബേസിക് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, ആസിഡ് ഫാസ്റ്റ്നെസ് പ്രോപ്പർട്ടി തന്നെ ഡിസ്ക്രൈബ് ചെയ്തത് പോൾ ഏർലിഷ് ആണ്. He discovered the treatment of syphilis by using an arsenic compound called salvarsan. Salvarsan എന്ന് പറയുന്ന ഒരു ആർസെനിക് കോമ്പൗണ്ട് വെച്ചിട്ട് നമുക്ക് സിഫിലിസ് ട്രീറ്റ് ചെയ്യാമെന്ന് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഹി ഡെവലപ്പ് ടെക്നിക്സ് ടു സ്റ്റെയിൻ ടിഷ്യൂസ് ആൻഡ് ബ്ലഡ് സെൽസ്. ബ്ലഡ് സെല്ലുകളെ ടിഷ്യൂസിനെയൊക്കെ സ്റ്റെയിൻ ചെയ്യാനുള്ള ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഹി പ്രപ്പോസ് എ ടോക്സിൻ ആൻറ്റിടോക്സിൻ ഇൻട്രാക്ഷൻ കോൾഡ് ഏർലിഷ് ഫിനോമിനൻ. ഓക്കെ, കോച്ച് ഫിനോമിനൻ പഠിച്ച പോലെ തന്നെ ഏർലിഷ് കണ്ടുപിടിച്ച ഒരു ഫിനോമിനനാണ് ഏർലിഷ് ഫിനോമിനൻ. അപ്പോൾ അതിൽ ടോക്സിൻ ആൻറ്റിടോക്സിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് മെയിനായിട്ട്, അതിൻ്റെ ഒരു ഇൻട്രാക്ഷനാണ് ഏർലിഷ് ഫിനോമിനൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇൻട്രൊഡ്യൂസ് മെത്തേഡ് ഓഫ് സ്റ്റാൻഡർഡൈസിങ്, എങ്ങനെ നമുക്ക് ടോക്സിൻസിനെയും ആൻറ്റിടോക്സിൻസിനെയും സ്റ്റാൻഡർഡൈസ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചു. ടോക്സിൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ തന്നെ ഉണ്ടാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. എൻഡോടോക്സിൻസ് ഉണ്ട്, എക്സോടോക്സിൻസ് ഉണ്ട്. അപ്പോൾ ടോക്സിൻ അതിനെതിരെ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നതാണ് ആൻറ്റിടോക്സിൻ. അപ്പോൾ ആ ഒരു ന്യൂട്രലൈസേഷൻ ഫിനോമിനനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയത് പോൾ ഏർലിഷ് ആണ്. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർലിഷ്യ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. ഏർലിഷ്യ അദ്ദേഹത്തിനെ ഹോണർ ചെയ്തിട്ട് വന്നതാണ്. ആൻഡ് ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ഫസ്റ്റ് ഡയറക്ടർ ഓഫ് വാട്ട് ഈസ് നോൺ നൗ ആസ് പോൾ ഏർലിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ജർമ്മനി. ജർമ്മനിയിലുള്ള പോൾ ഏർലിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത്, അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നതും ആരാണ്? നമ്മുടെ പോൾ ഏർലിഷ് തന്നെയാണ്.
അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഇൻവോൾവ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് വന്നിട്ട് ഒന്ന് കീമോതെറാപ്പി, സോ ഹി ഈസ് ദ ഫാദർ ഓഫ് കീമോതെറാപ്പി. ഇമ്മ്യൂണോളജിയിൽ സ്റ്റഡീസ് ചെയ്തിരുന്നു, ടോക്സിൻ ആൻറ്റി ടോക്സിൻ സ്റ്റഡീസ്. ദെൻ മാസ്റ്റ് സെല്ലിൽ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയിരുന്നു. ദെൻ റിസപ്റ്റർ തിയറി, സൈഡ് ചെയിൻ തിയറി, ഏർലിഷ് റിയേജന്റ് കണ്ടുപിടിച്ചത്, ഇതൊക്കെ പോൾ ഏർലിഷിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് മൈക്രോബയോളജിയിലേക്ക്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫാനി ഇൽഷിമസ് ഹെസ്സി. ഫാനി ഹെസ്സി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഷി വാസ് എ ലേഡി. അവരൊരു ലേഡിയാണ്, മൈക്രോബയോളജിയിലെ ഒരു ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു വുമണാണ്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് അഗാർ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അഗാർ നമുക്ക് മീഡിയയിൽ ഉപയോഗിക്കാം. അഗാർ ബാക്ടീരിയയ്ക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് സോളിഡിഫൈങ് മീഡിയയാണെന്ന് കണ്ടുപിടിച്ചത് ആക്ച്വലി നമ്മുടെ ഫാനി ഹെസ്സി ആയിരുന്നു. പുള്ളിക്കാരി അദ്ദേഹത്തിൻ്റെ കോച്ച് റോബർട്ട് കോച്ചിൻ്റെ ഒരു അസിസ്റ്റൻറ്റിൻ്റെ വൈഫാണ്. അപ്പോൾ അവർ മെയിനായിട്ടും റോബർട്ട് കോച്ചിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ബാക്ടീരിയൻ്റെ സ്റ്റഡീസൊക്കെ നടന്ന സമയത്ത് ജലാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ഒക്കെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ബാക്ടീരിയനെ ഒത്തിരി നേരം അതിൽ നമുക്ക് മീൻസ് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറിൽ നമുക്ക് ജലാറ്റിൻ വെച്ചിട്ട് സ്റ്റഡീസ് പോസിബിൾ അല്ല. അപ്പം അത് എഗാർ നമ്മൾ യൂഷ്വലി ജെല്ലീസ് ഉണ്ടാക്കാൻ, ജാംസ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴൊന്നും അഗാറിന് വലിയ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ആ അഗാർ നമുക്ക് എന്തുകൊണ്ട് ബാക്ടീരിയയ്ക്ക് ഉപയോഗിച്ചൂടാ, ബാക്ടീരിയൻ്റെ ഗ്രോത്ത് മീഡിയ ആയിട്ട് ഉപയോഗിച്ചൂടാ എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നത് നമ്മുടെ ഫാനി ഹെസ്സി ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് പ്രപ്പോസ് ദ യൂസ് ഓഫ് agar in culture media. She was working as a technician for her husband in laboratory of Robert Koch. റോബർട്ട് കോച്ചിൻ്റെ ലബോറട്ടറിയിൽ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹസ്ബൻഡ് കോച്ചിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അസിസ്റ്റൻ്റ് ആയിരുന്നു നമ്മുടെ ഫാനി ഹെസ്സി. ആൻഡ് അഗാർ എന്ന് പറയുന്ന ജലാറ്റിനായിരുന്നു കോച്ച് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ജലാറ്റിനെക്കാട്ടിലും ബെറ്റർ അഗാർ ആണ്. കാരണം അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റാണ്. നമ്മുടെ നോർമൽ 37 ഡിഗ്രി സെൽഷ്യസിലൊന്നും അതിനൊന്നും സംഭവിക്കില്ല. ഒരു 96 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. സോളിഡ് 40-45 ഡിഗ്രി സെൽഷ്യസിൽ സോളിഡ് ആയിട്ട് തന്നെ ഇരിക്കും. സോ അത് നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. നല്ല ക്ലിയർ ആയിട്ട് ബാക്ടീരിയയുടെ എൻസൈംസിനെ ഒന്നും അത് അഫക്റ്റ് ചെയ്യില്ല. നമുക്ക് ക്ലിയർ ആയിട്ട് ബാക്ടീരിയനെ വളർത്തിയെടുക്കാം, വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ വന്നത് നമ്മുടെ ഫാനി ഹെസ്സിയിൽ നിന്നുമാണ് അഗാർ കോൺസെപ്റ്റ് റോബർട്ട് കോച്ച് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ആൻഡ് ഫൈനലി ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം. ഓക്കെ, ഗ്രാം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മൈക്രോബയോളജിയിലെ പ്രൈമറി സ്റ്റെയിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം. ഓക്കെ, അപ്പോൾ ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം ഡാനിഷ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. 1884 നിമോണിയ ഡെത്ത് വന്ന ചില പേഷ്യൻസിനെ എക്സാമിൻ ചെയ്ത സമയത്ത് അവരുടെ ലങ് ടിഷ്യൂസിലായിരുന്നു ആദ്യമായിട്ട് അദ്ദേഹം ചില ബാക്ടീരിയ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഇങ്ങനെ കളർ എടുക്കുന്നു, സ്റ്റെയിൻസ് എടുക്കുന്നു എന്നുള്ള ഒരു കണ്ടുപിടുത്തം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഗ്രാം ഡിസ്കവേർഡ് ദാറ്റ് സർട്ടൻ സ്റ്റെയിൻസ് വെർ പ്രിഫറൻഷ്യലി ടേക്കൺ അപ്പ് ആൻഡ് റിറ്റെയിൻഡ് ബൈ ബാക്ടീരിയൽ സെൽസ്. അപ്പോൾ ഗ്രാം അന്നത്തെ പ്രൊസീജിയറിൽ അങ്ങനെയാണ് ഗ്രാം സ്റ്റെയിൻ എന്നുള്ളൊരു സ്റ്റെയിൻ കൊണ്ടുവരികയും, പക്ഷെ ഇപ്പോൾ നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സെഫ്രാനിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗ്രാംസ് അദ്ദേഹം അന്ന് കണ്ടുപിടിച്ചതിൽ കൗണ്ടർ സ്റ്റെയിനിങ് ഒന്നുമില്ല, ഈ അല്ലാത്തുള്ളൊരു ചെറിയൊരു സ്റ്റെയിനിങ് മെത്തേഡായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് അത് മോഡിഫൈ ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് മോഡിഫിക്കേഷൻ ഉണ്ട് ഗ്രാം സ്റ്റെയിനിൽ, ഇന്നത്തെ സ്റ്റെയിനിലേക്ക് പോയത്. സോ അദ്ദേഹത്തിൻ്റെ ഇന്നോവേഷൻസ് മെയിനായിട്ട് വരുന്നത് ഗ്രാം സ്റ്റെയിനിങ്ങിലായിരുന്നു. അതുപോലെ തന്നെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യാം. 2 ടൈപ്പായിട്ടാണ് നമ്മൾ ഗ്രാം സ്റ്റെയിൻ അനുസരിച്ച് ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ നമുക്ക് പർപ്പിൾ കളറിൽ കാണാം. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിങ്ക് കളറിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ഹിസ് ടെക്നിക് ഇപ്പോഴും ഒരു മൈക്രോബയോളജിയിലെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണ്.